വമ്പന്മാരായ സംവിധായകരുടെ സഹായിയായി തുടരുമ്പോഴും സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് കൃഷ്ണദാസ് കരുതിയിരുന്നില്ല. അതിരി കടന്ന് ആഗ്രഹിക്കാതെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ച സിനിമാക്കാരനായിരുന്നു ഈ മനുഷ്യൻ. പ്രതീക്ഷിക്കാതിരുന്നിട്ടും സ്വതന്ത്ര സംവിധായകനാകാൻ അവസരം ഒരുങ്ങുക തന്നെ ചെയ്തു. പക്ഷേ ആദ്യ സിനിമ കൃഷ്ണദാസിന് ഇന്നിപ്പോൾ അത്ര സന്തോഷമുള്ള ഓർമ്മയല്ല. ആദ്യ സിനിമ സംവിധാനം ചെയ്യാൻ നിമിത്തമായത് മധുസാറിൻ്റെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ സംബന്ധിച്ചാണ്. അതായത് KT മുഹമ്മദിൻ്റെ മണ്ണും പെണ്ണും എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ആ സിനിമ ഇങ്ങനെ പകുതിയിൽ നിന്നപ്പോൾ മധുസാറ് തങ്കപ്പ മാസ്റ്ററെ ഏൽപ്പിക്കുകയായിരുന്നു. തങ്കപ്പ മാസ്റ്റർ അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തയ്യാറായിരുന്നു. തങ്കപ്പൻ മാസ്റ്റർ ഡാൻസ് മാസ്റ്ററാണ്, അദ്ദേഹം പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെയാണ്. അങ്ങനെ തങ്കപ്പൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് സ്ക്രിപ്റ്റും ഈ സംഭവമായിട്ട് ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഇന്നത്തെ വലിയ പ്രഗത്ഭന്മാരൊക്കെ അന്ന് തങ്കപ്പൻ്റെ സഹായികളായിട്ടൊക്കെ ഉണ്ട് അവിടെ. അന്ന് ചെന്ന് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഡയറക്ടറായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു നാടകക്കാരനാണ്. പുള്ളി നാടകമേ ഉള്ളൂ, സിനിമ കണ്ടിട്ടില്ല, സിനിമയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റി ഒരു പുതിയ ഡയറക്ടറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പരിചയം കൊണ്ട് അങ്ങനെ തങ്കപ്പ മാസ്റ്റർ പറഞ്ഞിങ്ങനെ അത് കൃഷ്ണദാസ് ചെയ്യും. കൃഷ്ണദാസ് ഇങ്ങനെ സാറിൻ്റെ കൂടെയും വിൻസെൻ്റ് മാസ്റ്ററുടെ കൂടെയും അവരുടെയൊക്കെ ഒരുപാട് ചെയ്ത് നല്ല ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. തേരോട്ടം എന്നാണ് സിനിമയുടെ പേര്. സുകുമാരൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലനെ വേണം. അപ്പോൾ വില്ലൻ ശരിയായിട്ടില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് കൊല്ലത്തിനടുത്തൊരു യാദൃശ്യമായിട്ടൊരു സ്ഥലത്തുനിന്ന് കണ്ടുമുട്ടുന്ന ഒരു വില്ലൻ അതൊരു രാത്രി ഒരു 9 മണിക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. അതാണ് നമ്മുടെ രതീഷ്. ആദ്യ സിനിമയ്ക്ക് ശേഷം വീണ്ടും സംവിധായക കുപ്പായം അണിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു കൃഷ്ണദാസിൻ്റേത്. ഉയരങ്ങളിലേക്ക് കയറി തുടങ്ങിയ ഒരാൾക്ക് മുന്നിൽ പെട്ടെന്ന് വഴി അടയ്ക്കപ്പെട്ടതുപോലെയായിരുന്നു അത്. നിരാശയുടെ ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരു സിനിമയുമായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താനായി ഈ സംവിധായകന്. അങ്ങനെ ഞാൻ ചെയ്യുന്ന സ്വപ്നമേ നിനക്ക് നന്ദിയില്ല 2 പാട്ട് ഞാൻ എഴുതി, 2 പാട്ട് ചുനക്കര രാമൻകുട്ടി എഴുതി. അങ്ങനെ 4 പാട്ടുമായിട്ട് ദേവരാം മാഷ് എടുത്ത് പോവുകയാണ്. മനസ്സിലൊരു ഭയമായിരുന്നു, കാരണം അദ്ദേഹം സമ്മതിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ചെന്നത്തെ ആദ്യത്തെ ഒരു റിയാക്ഷൻസൊക്കെ നമുക്ക് വളരെ നിരാശാജനകമായിരുന്നു. പക്ഷേ ഫൈനലി ഒരു പോസിറ്റീവ് റിയാക്ഷൻസ് ആയിരുന്നു. കാരണം എന്നോട് അങ്ങനെയുള്ളൊരു സ്നേഹവും അടുപ്പവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം ട്യൂൺ ചെയ്ത് സാധാരണ ഈ പാട്ട് എഴുതി കൊടുത്ത് റിഹേഴ്സലൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ വന്ന് റെക്കോർഡിങ് സമയത്തായിരിക്കും പ്രൊഡ്യൂസർ പോലും അത് കേൾക്കുക. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, തനിക്ക് തൻ്റെ പാട്ടിൻ്റെ ട്യൂൺ കേൾക്കണോ? കേട്ടാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ അദ്ദേഹം പടിക്കെട്ട് കയറി നേരെ പോയി അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്വരങ്ങൾ എനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. പുള്ളി ഞാൻ എല്ലാം മനസ്സിലായതുപോലെ ഇല്ലാന്ന് വല്ലതും പറയാൻ പറ്റും. അങ്ങനെ ഭയന്ന്. പക്ഷേ എന്തായാലും റെക്കോർഡ് ചെയ്യുമ്പോൾ കേൾക്കാമല്ലോ, നല്ല ആശ്വാസത്തിൽ പോയി. പക്ഷേ അതിൻ്റെ ഈ യഥാർത്ഥത്തിൽ മനസ്സിലിങ്ങനെ അതിൻ്റെ ആ ട്യൂൺ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇങ്ങനെ കേട്ടിങ്ങനെ ഇതുകൊണ്ട് അത് എങ്ങനെ വരും എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോഴാണ് റെക്കോർഡിങ് തിയേറ്ററിൽ ദാസ് സാർ പറഞ്ഞു ഞാനാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം, സകലകലാവല്ലഭനാണല്ലേ. കാരണം സ്ക്രിപ്റ്റ് എഴുതുന്നത് അറിയാം, ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അറിയാം, എല്ലാം അറിയാം, ഇപ്പോൾ പാട്ട് എഴുതുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊരു തല വെച്ചു. അല്ലെങ്കിൽ കൈവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള എൻ്റെ ഒരു വികാരം ഭയങ്കര വികാരം തന്നെയായിരുന്നു. കാരണം പുള്ളിയുടെ കൈ കൊണ്ട് തലയിൽ ഒരു അനുഗ്രഹം കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അന്നുകൊണ്ട് കഴിഞ്ഞില്ല. അന്ന് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദാസാറിൻ്റെ ശബ്ദത്തിൽ കൂടി ഞാൻ കേട്ടു. കളിച്ചിരി മാറാത്ത പ്രായം, കൗമാരം പൂവിട്ട പ്രായം, വസന്തം പിറന്നപ്പോൾ വള്ളി കുടിലുകളിൽ കതിർ തേടും കിളികളായി പറന്ന കാലം, കളിച്ചിരി മാറാത്ത പ്രായം. ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്നേഹം ഒരുപാട് കിട്ടി. പക്ഷേ ചില മുഹൂർത്തങ്ങളിൽ സ്നേഹമേ കിട്ടിയിട്ടുള്ളൂ, പ്രതിഫലം കിട്ടിയിട്ടില്ല. കാരണം സ്നേഹം കൂടിയപ്പോൾ നിർമ്മാതാക്കളും ഈ പണിയെടുപ്പിക്കുന്നവരൊക്കെ പ്രതിഫലം തരാൻ മറന്നുപോയി. പക്ഷെ അപ്പോഴും നിരാശനായില്ല. നമ്മുടെ ലക്ഷ്യം സിനിമയായിരുന്നു. പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. സിനിമയിൽ പലതുമായിരുന്നു ഈ മനുഷ്യൻ. എന്നിട്ടും പട്ടിണി മാത്രമായിരുന്നു ഈ കലാകാരന് മിച്ചം. ഗ്ലാമർ ലോകത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും
ഇദ്ദേഹത്തിന്റെ ജീവിതം ഒട്ടും ഗ്ലാമറില്ലാതെ മുന്നോട്ടു പോകുകയായിരുന്നു. മധുസാറ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ കെട്ടുന്നു, ഉമാ സ്റ്റുഡിയോ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാമായിട്ട്. അപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ മധുസാറിനോടൊപ്പം നേരെ തിരുവനന്തപുരത്ത് വരുന്നു, ഉമാ സ്റ്റുഡിയോ തുടങ്ങുന്നു. ഉമാ സ്റ്റുഡിയോയിലെ ആദ്യ ചിത്രം ധീരസമീര യമുനാതീരം വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പടം വീണ്ടും തുടങ്ങുന്നു. മൂന്നാമതൊരു പടം കൈതപ്പൂ എന്ന് പറയുന്നൊരു സിനിമ. അത് തുടക്കത്തിൽ ശങ്കരൻ നായർ സാറ് ഡയറക്ടറും വില്യംസ് ക്യാമറയുമായിരുന്നു. അങ്ങനെ പകുതി ആയപ്പോഴത്തേക്ക് അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി, ഒഴിവായിപ്പോയി. ബാക്കി ആ ചിത്രം പൂർത്തീകരിച്ചത് ഞാനാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മധുസാർ തന്നു. അതിനെ തുടർന്ന് വീണ്ടും 2 സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേറെ ചില പ്രശ്നങ്ങൾ. പിന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് പുറത്തുനിന്നൊരു പടം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് തലയിൽ ഒരു 24 തയ്യൽ. അങ്ങനെ മെഡിക്കൽ കോളേജിലാണ്. പിന്നെ അവിടെയും ഈശ്വരകാരുണ്യം, ഇത്രയും കാലത്തെ സർവീസും പ്രവൃത്തിയും ഇപ്പോൾ ഇത്രയും ലോകജനതയും താരങ്ങളും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഉണ്ടെങ്കിൽ ആരും 5 പൈസ ഒരു ഗുളിക വാങ്ങിക്കാൻ എനിക്ക് തന്നില്ല. ആരും അങ്ങോട്ട് വന്നതുമില്ല. പിന്നെ ഒന്നിനും ഞാൻ ഒന്നിനും പോകാറില്ലാത്തതുകൊണ്ട് ചാകാൻ കിടന്നപ്പോഴത്തേക്കും ആരെയും അറിയിക്കാൻ പോയി. എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള ഒരു വീട് അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്, മുടവുമ്പോൾ. അത് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ച് കാശെടുത്ത് ചികിത്സിച്ചു. അവസാനം അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഈ അവസരത്തിൽ പോലും നമ്മൾ ആരെയും വെറുത്തിട്ടില്ല, ആരോടും പരിഭവമില്ല, ആരുടെയും ഞാനൊന്നും പണ്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ അപകടത്തിൽ കിടന്നു വിചാരിച്ച് ആരും തന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് ആരോടും പരിഭവം ഗുണമൊന്നുമില്ല. എങ്കിലും ഇപ്പോഴും വീണ്ടും ലക്ഷ്യം സിനിമ തന്നെ. ഇടയ്ക്ക് ഈ സീരിയലുകളായിട്ടൊക്കെ പ്രവർത്തിച്ചു എങ്കിലും സിനിമ അത് പോയില്ല. നമുക്ക് സമ്പത്തുണ്ടായില്ല എന്നുള്ളതല്ലാതെ എൻ്റെ ലക്ഷ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. പകുതിയിൽ വിട്ട് പോകേണ്ടി വന്നിട്ടില്ല. ബാക്കിയൊന്നും എനിക്ക് അയോഗ്യമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ മനസ്സിൽ സിനിമ, വീണ്ടും സിനിമ, വീണ്ടും സിനിമ, അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഈ സംവിധായകൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇദ്ദേഹത്തിലെ നടന് അപൂർവമായെങ്കിലും അവസരങ്ങളുണ്ട്. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഇപ്പോഴും തന്റെ അധ്വാനം കൊണ്ട് സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം. ഇത് എൻ്റെ ഭാര്യ വസന്തകുമാരി, മുടവൻ മുകളിൽ വസന്തകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. എഴുത്തുകാരിയാണ്, ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു. അവിടെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സിനിമ, മധുസാറ് ശാരദ ഒക്കെ അഭിനയിച്ചു. അതിൽ ജനാർദ്ദൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്ന് ഉള്ള പരിചയം തുടർന്ന് പിന്നെ പ്രേമമായി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞത്. പിന്നെ മക്കൾ 3 ആൺമക്കളാണ്. മൂത്ത മകൻ വിനോദ് കുമാർ, രണ്ടാമത്തെ മകൻ വിഷ്ണു, മൂന്നാമത്തെ മകൻ വിശാൽ. 3 പേരും ഡിഗ്രിക്കാരാണ്. അതിൽ മൂത്ത ആൾ മാത്രമേ ഒരു തൊഴിൽ രംഗത്തുള്ളൂ. ബാക്കി 2 പേരും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഒരു തൊഴിൽ അന്വേഷകരായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇടയ്ക്ക് ദുഃഖങ്ങളും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായെങ്കിലും ഇന്നും ഞങ്ങളുടെ കുടുംബ ഭദ്രത വളരെ നല്ല രീതിയിൽ, ഞങ്ങളുടെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പുഷ്കരകാലം സ്വപ്നം കാണുകയാണ്. അത് ഈ ദുരിതവും ദുരവസ്ഥയും ഒക്കെ മാറി അങ്ങനെ ഒന്ന് വന്നാൽ എല്ലാം ഒരു സ്വപ്നം പോലെ.